അപ്പൊ നിനക്ക് എന്റെ മോളെ കെട്ടണം, അതിനവളെ ഇവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകണം അല്ലേ? അത്രേ ഉള്ളൂ. അവക്ക് നിന്റെ കൂടെ പോണെന്ന് പറയുവാണെങ്കിൽ നീ കൊണ്ടുപോക്കൂ. മോളെ നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ഒരുത്തം വന്നേ, നിനക്ക് പോണോ എന്റെ കൂടെ? അയ്യേ ഇതല്ല. ഇതല്ലേ? ഇതെന്റെ മൂത്ത മോളും മൃദുല. ഈ മൂത്തത് മളഞ്ഞൊന്നുമല്ല, ഇതിന്റെ താഴെ ഒരു കരിക്കില്ലേ, അതിനെ ഞാൻ നോക്കിയത്. എന്റെ ഇളയ മോള്. എന്താ ഞാൻ വിളിക്കാം? മോളെ കരിക്കേ അല്ല കവിതേ. എന്താച്ചാ കരിക്കോ? കരിക്കിന് ഇനി തെങ്ങ കയറണം. ഇനി തെങ്ങ കയറാനൊന്നും പറ്റില്ല. ദേ ഇതാണോ നോക്കി, ഇനി മാറ്റി പറയരുത്. പക്ഷെ ഞാൻ എന്ത് വിശ്വസിച്ച് നിന്റെ കൂടെ വിടും? നീ ഇവിടെ നോക്കൂടെ? അച്ഛാ, സ്നേഹിക്കാൻ ഒരു മനസ്സും അധ്വാനിക്കാൻ ഒരു ശരീരം ഉള്ളപ്പോ വേറെന്ത് വേണം? അപ്പൊ അത് മാത്രമേ ഉള്ളൂ അല്ലേ? എന്ന് കരുതി എനിക്ക് ജീവിക്കാനൊന്നും ഇല്ലെന്ന് കരുതരുത്. മൂന്നാറിലെ 3 ഏക്കർ സബർജില്ലിത്തോട്ടമുണ്ട്. പക്ഷേ ചെറിയൊരു ജപ്തി വന്നുകൊണ്ട് അതങ്ങ് പോയി. പക്ഷെ അച്ഛാ, ഞാൻ അധ്വാനിച്ച് ജീവിക്കും. 3 ടാക്സി കാറുകൾ എന്റെ പേരിലുണ്ട്. പക്ഷേ അത് CC കാര് കൊണ്ടുപോയി. സാരമില്ല. പക്ഷെ ഇതൊന്നുമല്ല, കൊച്ചിയിൽ എൻ്റെ പേരിൽ ഒരു ലക്ഷറി ഫ്ലാറ്റ് ഉണ്ട്. കോട്ടയത്തെ എൻ്റെ പേരിൽ 2 മാളുണ്ട്. തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാലേ എൻ്റെ സ്വന്തം പേര് കാഴ്ചമംഗളാപുരമുണ്ട്, അറിയാവോ? കവിതേ, എടി കവിതേ, ഒന്ന് പ്രത്യക്ഷപ്പെടീ. എടാ നിനക്കറിയോ, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റേ എന്റെ പേരില്ല. അവിടെ ഒരു പെട്ടിക്കട പോലും ഇല്ലാത്ത പട്ടി ഇറങ്ങണ വീട് പെണ്ണിനെ ചോദിച്ചു വന്നേക്കണോ? പോടാ.